രാഹുൽ ഗാന്ധി തികച്ചും വല്ലാത്ത മാനസികാവസ്ഥയിലാണ്. പാർലമെന്റിൽ അദ്ദേഹത്തിന്റെ പ്രകടനങ്ങൾ പ്രതിപക്ഷ നേതാവിന്റെ നിലവാരത്തിൽ നിന്ന് വളരെ താഴെയാണെന്ന് വ്യക്തമാണെങ്കിലും അത് തിരിച്ചറിയുവാനോ ന്യൂനതകൾ പരിഹരിക്കുവാനോ കോൺഗ്രസ് നേതൃത്വമോ ഗാന്ധി കുടുംബമോ ശ്രമിക്കുന്നില്ല. കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റായ മല്ലികാർജുൻ ഖാർഗെ അടക്കം രാഹുൽ ഗാന്ധിയെ ഉപദേശിക്കുവാനോ നിലയ്ക്ക് നിർത്തുവാനോ ഉള്ള അധികാരമോ പ്രാപ്തിയോ ഇല്ലാത്തവരാണ്. അത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഇക്വേഷൻ കണ്ടാൽ മനസ്സിലാകും. മോദിയോടുള്ള അമിതമായ രോഷം കാരണം താൻ ഉയർത്തുന്ന ആരോപണങ്ങളുടെ നിജസ്ഥിതി അന്വേഷിക്കുവാൻ പോലും തുനിയാത്ത മാനസിക നിലയിലായി രാഹുൽ ഗാന്ധി. കേന്ദ്രം 2020 ജൂണിൽ കാർഷിക നിയമങ്ങൾ ഓർഡിനൻസായി ഇറക്കിയിരുന്നു. പിന്നീട് ആ വർഷം സെപ്റ്റംബറിൽ പാർലമെന്റിൽ ഈ നിയമം പാസ്സാവുകയും ചെയ്തു. പിന്നീട് രാജ്യം എമ്പാടും കർഷകരുടെ പേരിൽ നടത്തിയ കപട സമരങ്ങൾ അരങ്ങേറി. ബില്ല് കർഷകർക്ക് അനുകൂലമായിരുന്നുവെങ്കിൽ പോലും ഇടനിലക്കാർക്ക് വേണ്ടി കോൺഗ്രസും പ്രതിപക്ഷ കക്ഷികളും കൈമേയ് മറന്ന് നിരത്തിലിറങ്ങി. അന്നത്തെ കർഷക പ്രതിഷേധത്തിൽ താൻ പങ്കെടുത്തതിന് അന്തരിച്ച BJPയുടെ നേതാവും കേന്ദ്രമന്ത്രിയുമായിരുന്ന അരുൺ ജെയ്റ്റ്ലി തന്നെ ഭീഷണിപ്പെടുത്തിയെന്ന വാദമാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. ബില്ല് വന്ന 2020 മുൻപ് 2019 ആഗസ്റ്റിൽ അരുൺ ജെയ്റ്റ്ലി ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നു. പിന്നെ എങ്ങനെയാണ് ജെയ്റ്റ്ലി 2020 രാഹുലിനെ ഭീഷണിപ്പെടുത്തുന്നത്? രാഹുൽ പറയുന്നത് കാര്യമാണെങ്കിൽ മരിച്ചുപോയ ജെയ്റ്റ്ലി തിരിച്ചു വന്ന് രാഹുലിനെ ഭീഷണിപ്പെടുത്തി എന്ന് വേണം അനുമാനിക്കാൻ. ഇത് തികച്ചും ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്നും പ്രതീക്ഷിക്കുവാൻ സാധിക്കാത്തത്ര തരം താഴ്ന്നതും നിന്ദ്യവുമായ പ്രസ്താവനയാണ്. മോദിയോടുള്ള വെറുപ്പ് കാരണം ആരെ എപ്പോൾ വിമർശിക്കണം എന്നുവരെ അറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് രാഹുൽ അധപതിക്കുകയാണ്. മരിച്ചുപോയവരെ പോലും കുറ്റപ്പെടുത്തുന്ന ഗുരുതരമായ ഒരു മാനസിക അവസ്ഥയിലേക്ക് രാഹുൽ എത്തുമ്പോൾ കോൺഗ്രസ് എന്ന പാർട്ടി തന്നെ സ്വയം അപഹാസ്യരാകുന്നു. കേന്ദ്രമന്ത്രിമാരും അരുൺ ജെയ്റ്റ്ലിയുടെ മകൻ രോഹൻ ജെയ്റ്റ്ലിയും രാഹുലിനെതിരെ ശക്തമായി വിമർശനങ്ങൾ ഉന്നയിച്ചു. രാഹുൽ ഒരു ഇന്ത്യൻ ട്രംപായി മാറുന്ന ദയനീയമായ അവസ്ഥയാണ് കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നത്. പ്രധാന പ്രതിപക്ഷത്തിന്റെ പാർലമെന്റിലെ ലീഡർ ഇത്രയും തരം താഴുന്നത് ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്.